രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. കൊണ്ട് പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസോ നമ്മൾ സ്ട്രോങ് ആട്ടിക്കണം. അന്നതിൽ ഒരാൾ പോയിട്ടില്ല. പോലീസ് ഏകപക്ഷീയമായി ലാത്തി ചാർജ് നടത്തിയില്ലേ? അങ്ങനെ ലാത്തി ചാർജ് ഏറ്റാല് അങ്ങനെ പിരിഞ്ഞു പോകുന്നവരാണ് SFI കാരെന്ന് കരുതിയോ? ഇരിക്കുന്നുണ്ടാവും എല്ലാവരെയും. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം പോലീസാണ്. കൂടുതൽ വാദം അടിക്കല്ലേ. കല്ലേറ് അപ്പോൾ ഇവിടെ വന്നപ്പോഴോ വലിയ സംഘർഷാത്മകമായ സിറ്റുവേഷൻ ഞങ്ങളെല്ലാവരും കൂടെ നിയന്ത്രിച്ചു. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? മുഴുവൻ പേരെയും ഇവിടെ ഇരുത്തിയതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് കല്ലേറാണ്, ഏകപക്ഷീയമായ കല്ലേറ്. അപ്പോൾ പോലീസ് എന്താ ചെയ്യേണ്ടത്? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോണ്ടേ? അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോകുന്നതിന് പകരം ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാനാവുന്നത്, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, വനിതകളെ. അതെനിക്കിഷ്ടമില്ല. പോലീസ് ആക്രമിക്കാണ്. ലാത്തി ചാർജ് എത്ര പേർക്ക് പരിക്കേറ്റ് നോക്ക്. എന്താ ലാത്തി ചാർജ് ഒക്കെ പോകുന്നതാണ്? ഒരാൾ പോയിട്ടില്ല. പരിക്കുകളോടെ ഞങ്ങളുടെ കുട്ടികളുടെ ഇരിപ്പുണ്ട്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ. എന്നാലും ഒരു കാര്യം ശരി, നീതിപൂർവമായി പോലീസ് പെരുമാറണം. അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കും. അടച്ചിട്ട് മണൽ വരാൻ പോടെ ഇറക്കാം. മുഴുവൻ തെരുവിലിറക്കി വാഹനങ്ങൾ തല്ലി തകർക്കണം, ഭരണം നിശ്ചലമാക്കണം. അങ്ങനെ ഒരു നിമിഷം പോലും ദിവാകരനെ സ്വസ്ഥമായി ആ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കരുത്.